ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശ്വാസി വിവിധ തര സ്ക്രീനുകൾ നോക്കി അവൻ്റെ ജീവിതം കളഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. സിനിമയുണ്ട്, ടെലിവിഷനുണ്ട്, മൊബൈലുണ്ട്, കമ്പ്യൂട്ടറുണ്ട്. ഇങ്ങനെ വിവിധ തരം സ്ക്രീനുകളിൽ നോക്കിയിരുന്നാൽ അവൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. വളരെ ദുഃഖത്തോടെ പറയട്ടെ, വളരെ ശുശ്രൂഷകർ പോലും ദീർഘമായിട്ട് തിയേറ്ററുകളിൽ പോലും സിനിമ കാണുന്നവരാണ് ന്യൂ ജനറേഷൻ സഭകളിൽ പലരും. ഇതിൻ്റെയൊക്കെ പുറകിലുള്ള യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് വചന വ്യവസ്ഥയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വായിക്കാം. 1 കൊരിന്ത്യർ 2:2. ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. വളരെ യോഗ്യമായിട്ട് എഴുതിയിരിക്കുക. യേശു ക്രിസ്തുവിനെ, ക്രൂശിതനായ ക്രിസ്തുവിനെ തന്നെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ഈ പൗലോസ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം യേശുക്രിസ്തുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് യേശുക്രിസ്തുവിനെ ഇവൻ അക്ഷരികമായി കണ്ടിട്ടില്ല. കൃത്യം അറിയാൻ കേൾക്കാം. വലിയ ധനാഢ്യനായിരുന്നു ഈ മനുഷ്യൻ. വിശ്വാസത്തിലേക്ക് വന്ന് തനിക്ക് ഭൗതികത്തിൽ ഏറ്റവും അധികമായി ചെല്ലാവുന്നത്ര ഉന്നതമായ സ്ഥലത്തായിരുന്ന ആളാണ്. ഈ മനുഷ്യൻ പറയുക, ക്രൂശിതനായ ക്രിസ്തുവിനെ തന്നെ അല്ലാതെ മറ്റൊന്നും അറിയാതെ നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. എന്തിന്? ഞാൻ ഈ വിഷയം ആദ്യമേ തന്നെ ദേശത്തെ ശുശ്രൂഷകരുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതിൻ്റെ മർമ്മം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾ നയിക്കുന്ന ജനത്തിന് ഇത് മനസ്സിലാകുകയുള്ളൂ. ഇതെന്തിന് എന്ന് പറയാൻ പോവുകയാണ്. പൗലോസ് അങ്ങനെ പറഞ്ഞത് എന്തിനാണ്? അടുത്ത വാക്യം വായിച്ച സങ്കീർത്തനം 42:5. എന്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. വചനം ഇങ്ങനെ പറയുന്നു, എൻ്റെ ആത്മാവെ, നീ എന്നിൽ വിഷാദിച്ചിരിക്കുന്നത് എന്ത്? നീ അന്തരംഗത്തിൽ എന്തിന് അസ്വസ്ഥനായി കഴിയുന്നു? ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുക. അവിടുന്ന് എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവുമാകുന്നു. അതിനാൽ ഞാൻ ഇനിയും സ്തുതിക്കും. അനേക ശുശ്രൂഷകരുടെ പ്രശ്നം ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെന്നുള്ളതാണ്. അനേക ശുശ്രൂഷകർ വിവിധങ്ങളായ കാരണമറിയത്തില്ലാത്ത പല വിഷയത്തിലും ദുഃഖപ്പെടുക. ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് തുറന്നാൽ ഭൗതിക കാര്യങ്ങൾ, കണ്ണടച്ചാൽ നേരത്തെ കണ്ട കാര്യങ്ങൾ. ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത് കൊണ്ട് ദൈവം രക്ഷകനാണെന്നൊക്കെ പറഞ്ഞാലും ദൈവത്തിൻ്റെ അടുത്ത് ആത്മാർത്ഥമായി പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ആത്മാവോടും കൂടെ ഇരിക്കാൻ പറ്റുന്നില്ല. അതാ പറഞ്ഞത്. അതായത് എല്ലാ യുദ്ധത്തിനും ഒരു സ്ഥലം ആവശ്യമുണ്ട്. എല്ലാ യുദ്ധത്തിനും ഒരു സ്ഥലം ആവശ്യമുണ്ട്. ഇനി ആത്മീക യുദ്ധത്തിനും ഒരു സ്ഥലം ആവശ്യമുണ്ട്. ഇതിനെ വിളിക്കുന്നത് സ്പിരിച്വൽ വാർഫെയർ എന്നാണ്. ഇതെവിടെയാണ് നടക്കുന്നത്? നമ്മുടെ ഉള്ളത്തിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ. ഈ ആത്മീക യുദ്ധം നടക്കുന്നത് നമ്മുടെ ആത്മതലത്തിലാണ്, നമ്മുടെ ബുദ്ധിയുടെ തലത്തിലൊക്കെയാണ്. ശരീരത്തിൽ 5 ഇന്ദ്രിയങ്ങളുണ്ട്. അതായത് കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. 5 ഇന്ദ്രിയങ്ങൾ. ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെ എന്ത് ചിന്താമണ്ഡലത്തിലേക്ക് കൊടുക്കുന്നുവോ അത് നമുക്ക് തികഞ്ഞ ഏകാഗ്രത വേണ്ട ഏത് സമയത്തും നമ്മുടെ മനസ്സ് ഈ ചിന്തകളെ നമ്മുടെ ബുദ്ധിയിലേക്ക് കൊണ്ടുവരുന്നു. ഒന്നുകൂടെ പറയാം. കണ്ണിക്കൂടെ, മൂക്കിക്കൂടെ, ത്വക്കിക്കൂടെ, നാക്കിക്കൂടെ, ചെവി കൂടെയൊക്കെ ഉള്ളത്. ഉദാഹരണം, നമ്മൾ പ്രാർത്ഥനയിലിരിക്കുകയാണ്, ഉപവാസത്തിലിരിക്കുകയാണെങ്കിൽ ഒരു നല്ല ഭക്ഷണത്തിൻ്റെ മണം വന്നാൽ നമ്മുടെ ബുദ്ധി അതിൻ്റെ പുറകെ പോകും. കണ്ണ് നമ്മൾ മുൻകാലങ്ങളിൽ കണ്ട കാര്യങ്ങളെ ഓർക്കും. ചില സാഹചര്യത്തിൽ ഓർപ്പിപ്പിച്ച് നമ്മുടെ ഏകാഗ്രത കളയും. നാക്ക്, അതുപോലെ ത്വക്ക്, ചെവി, ഇതൊക്കെ നമ്മുടെ ഏകാഗ്രത കളയും, ഈ ഇന്ദ്രിയങ്ങൾ. അപ്പോൾ ഈ സ്ക്രീനുകളിൽ ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മളെ കാണിക്കുന്നത്.
ഈ ത്വക്കൊഴിച്ച് ബാക്കി എല്ലാ സംവിധാനങ്ങളും സ്ക്രീനെ കാണിക്കും, ത്വക്കും വേണേൽ കാണിക്കും. അപ്പോൾ ഈ സ്ക്രീനുകളിൽ കാണുന്നത് ഒറിജിനൽ ആളുകളല്ല, അവരുടെ നിഴലുകളാണ്. നിഴലുകൾ ആടുന്നതിനെ നിഴലാട്ടം എന്ന് പറയും. ഇത് യാഥാർത്ഥ്യമല്ല. ഇതിനകത്ത് അഭിനയിക്കുന്ന ആളുകൾ ഒറിജിനൽ അല്ല. അവർ ഒറിജിനലായിട്ടും ഇതിനകത്ത് കാണുന്നതല്ല അവരുടെ സ്വഭാവം, ഇതിനകത്ത് കാണുന്നതല്ല അവരുടെ ജീവിത രീതി, ഇതിനകത്ത് കാണുന്നതല്ല അവരുടെ നിഴലാണ് നമ്മൾ കാണുന്നത്. അതായത് അതിനകത്ത് കാണിക്കുന്ന ഫീലിങ്സുകൾ, കോപം, അടി, ഉണർവ്, ഇതൊക്കെ ഉണ്ടല്ലോ അഭിനയിക്കുന്നവർ യഥാർത്ഥത്തിൽ കാണിക്കുന്നതല്ല. അവർ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണെങ്കിലും ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഉള്ളിലേക്ക് ഇത് ചില ചിത്രങ്ങൾ പതിപ്പിച്ചു കൊടുക്കുന്നു. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ പതിപ്പിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് ചില ദിവസങ്ങൾ ദുഃഖത്തിലായി നിൽക്കുന്നത്, അല്ലെ ചിലത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുന്നത്. ഒരു യഥാർത്ഥ വ്യഭിചാരിയായ ഒരു മനുഷ്യൻ, അയാളുടെ നിഴലാട്ടം നമ്മൾ കാണുമ്പോൾ വ്യഭിചാരിയായി നിൽക്കുന്ന, വ്യഭിചാരം അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു നിഴൽ, ഒരു പൈശാചിക ശക്തി അയാളുടെ ഉള്ളിൽ ഉണ്ട്. അത് കാണുന്നവൻ്റെ ഉള്ളിലേക്ക് വന്നു കയറുന്നു എന്ന് പറഞ്ഞാൽ നിഴലിൽ വസിക്കുന്ന പിശാച് ആ നിഴലാടുന്നത് നോക്കിയിരിക്കുന്നതിലേക്ക് വന്നു കയറുന്നു. ഒരു വാക്യം വായിക്കാം, സങ്കീർത്തനം 2:8. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ജാതികളെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവവചന വ്യവസ്ഥയ്ക്കകത്തല്ലാതെ ജീവിക്കുന്നവരെ ജാതികളെന്ന് വിളിക്കുന്നത്. അവരെ നമുക്ക് തരണമെങ്കിൽ അവരുടെ പുറകിൽ ഒരു നിഴലുണ്ട്. അത് അവരെ നയിക്കുന്ന ഒരു നിഴലാണ്. അത് അവർ സേവിക്കുന്നത് എന്തോ അത് നിഴലായി അവരെ പിന്തുടരും. ആ നിഴലിനെ മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ നമുക്ക് കിട്ടില്ല. അതതിൻ്റെ മർമ്മം. ഒരു വാക്യം കൂടെ വായിച്ചേ, മത്തായി 4:15. ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. കണ്ടോ, അന്ധകാരത്തിൽ ജീവിക്കുന്ന ജനം വലിയൊരു പ്രകാശം ദർശിച്ചു. മരണനിഴലിൻ്റെ ദേശത്ത് ജീവിക്കുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. ആ വാക്യം ഒന്ന് വായിച്ചേ. ഇങ്ങനെ ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. ഇതൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള പ്രകാശമോ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഇരുട്ടോ നിഴലോ ഒന്നുമല്ല. ബൈബിൾ പറയുന്നത് അന്ധകാരത്തിൽ ജീവിക്കുന്ന ജനം വലിയൊരു പ്രകാശം ദർശിച്ചു എന്ന് പറഞ്ഞാൽ ഇത് ആത്മീക അന്ധകാരത്തിനെ കുറിച്ചാണ് പറയുന്നത്. മരണനിഴലിൻ്റെ ദേശത്ത് ജീവിക്കുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ നിഴലിൻ കീഴിലാണ് ഇവർ ചരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പിശാചിൻ്റെ നിഴലിൽ വസിക്കുന്ന ഒരാളിൻ്റെ നിഴലാട്ടം നമ്മൾ കാണുമ്പോൾ ആ മരണത്തിൻ്റെ അധികാരിയായ പിശാച് ആ നിഴലിലൂടെ മറ്റേ വ്യക്തിയുടെ, ഈ കാണുന്ന വ്യക്തിയുടെ ഉള്ളിലേക്ക് വരുന്നു. അപ്പോൾ ജാതികളെ നമുക്ക് ലഭിക്കണമെങ്കിൽ അവരെ ഭരിക്കുന്ന നിഴൽ മാറണം. ഇനി സങ്കീർത്തനം 36:7 ഒന്ന് വായിച്ചേ. ദൈവമേ, നിന്റെ ദയ എത്ര വിലയേറിയത്! മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. കണ്ടോ, അവിടെയും പറയുന്ന ചിറകിൻ്റെ നിഴലെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ നിഴൽ. സാത്താൻ്റെ നിഴൽ എന്നെ വിട്ടുമാറിയിട്ട് ദൈവത്തിൻ്റെ നിഴൽ എന്നെ കൊണ്ടു നടക്കണം. അർത്ഥാൽ ദൈവത്തിൻ്റെ ദൂതന്മാരെന്നെ കൊണ്ടു നടക്കണം. അർത്ഥാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടു നടക്കണം. അങ്ങനെ കൊണ്ടു നടന്നാൽ മാത്രമേ എനിക്ക് വിജയകരമായി ജീവിക്കാൻ പറ്റുള്ളൂ. എല്ലാ മനുഷ്യർക്കും ഏതെങ്കിലും വിധത്തിലുള്ള ആത്മീക നിഴലുകൾ സംരക്ഷണമായി അവരുടെ കൂടെയുണ്ട്. ചിലത് അവകാശം പറഞ്ഞുണ്ട്, അല്ലാത്തവർക്ക് സംരക്ഷണമായിട്ടുണ്ട്. അത് ഏത് തലത്ത് ജീവിക്കുന്നു അങ്ങനെ കാണും. ഇനി മത്തായി 12:43 മുതൽ 45 വരെ വായിക്കാം. അതെടുത്തുകൊള്ളുക. അതെടുക്കുന്നതിനിപ്പുറം ഞാനൊരു കാര്യം കൂടെ പറയാം. ഒരുവൻ ജാതിയായിരുന്നവൻ രക്ഷിക്കപ്പെട്ട് അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പൈശാചിക ശക്തികളൊക്കെ വെളിയിൽ പോയി അവിടെ വൃത്തിയായി നിൽക്കുമ്പോൾ വായിച്ചേ. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ല താനും. ഞാൻ പുറപ്പെട്ടു പോന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. ഒരു വാക്യം കൂടെ. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടി കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയാകും. ഈ ദുഷ്ടതലമുറയ്ക്കും
അങ്ങനെ ഭവിക്കും. അങ്ങനെ ആയിരിക്കും. ഇപ്പം നമ്മൾ ചിന്തിക്കുമ്പം ഒന്ന് നോക്കിക്കൊള്ളുക, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനിൽ നിന്ന്, അതായത് രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഈ അകത്തുള്ള അശുദ്ധാത്മാക്കളെല്ലാം പുറത്തിയാടും. അങ്ങനെ പുറത്തിയാടിയിട്ട് വെള്ളമില്ലാത്ത പ്രദേശത്ത് കൂടി വിശ്രമം തേടി സഞ്ചരിക്കുന്നു. അത് കണ്ടെത്താൻ കഴിയാതെ ഞാൻ വിട്ടുപോകുന്ന വീട്ടിലേക്ക് തിരികെ ചെല്ലും എന്ന് പറയുന്നു. അങ്ങനെ ചെല്ലുമ്പോൾ ആ വീട് ഒഴിഞ്ഞും അടിച്ചു വാരിയും ക്രമീകരിക്കപ്പെട്ടും കാണുന്നു. അപ്പോൾ അത് പോയി തന്നേക്കാൾ ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൊണ്ട് കൂട്ടിക്കൊണ്ട് വരികയും അവർ അവിടെ പ്രവേശിച്ച് പാർക്കുകയും ചെയ്യുന്നു. ആ മനുഷ്യൻ്റെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേക്കാളും വഷളാകുന്നു. ഈ ദുഷിച്ച തലമുറയുടെ സ്ഥിതിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് കർത്താവ് പറയുന്നത്. അതായത് ഒരുത്തം പോയിട്ട് വേറെ പല സ്ഥലത്ത് നോക്കുമ്പോൾ ചെല്ലുന്നിടത്തെല്ലാം ദുരാത്മാക്കൾ, അവിടെ ഒന്നും കയറാൻ വരാം. അതിനൊരു പ്രശ്നമുണ്ട്. ഈ ദുരാത്മാക്കളുടെ വാസസ്ഥലം കടുവയുടെ കാര്യം പറഞ്ഞ പോലെ ടെറിട്ടറിയാണ്, സാമ്രാജ്യമാണ്. ഇവിടുന്ന് ചെന്ന് വേറൊരുത്തി എന്നും അവിടെ കയറിയാൽ പട്ടികളുടെ കാര്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ കടുവയുടെ കാര്യം പറഞ്ഞാൽ കടിപിടി ഉണ്ടാകും. അവിടെ കയറാൻ അവൻ സമ്മതിക്കില്ല. ചെല്ലുന്നിടത്തെല്ലാം ഇതായതുകൊണ്ട് ഒരിടത്തും കയറാൻ മേലെന്നായിട്ട് അവൻ അവിടുന്ന് പതുക്കെ കറങ്ങി തിരിഞ്ഞ് പഴയ സ്ഥലത്ത് തന്നെ വരുമ്പോൾ ഇവിടെ അടിച്ച് വാരി ക്ലീൻ ചെയ്തിട്ടിരിക്കുക. ഉടനെ ഇവൻ പോയിട്ട് ഇതുപോലെ അലഞ്ഞു കിടക്കുന്ന 7 എണ്ണത്തിനെയും കൂടെ കൂട്ടി അവസാനം 8 എണ്ണം വന്ന് കയറും. ഈ മനുഷ്യൻ്റെ സ്ഥിതി ആദ്യത്തേനേക്കാളും വഷളാകും. നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിച്ചോ, വിശ്വാസി പിന്മാറിപ്പോയാൽ ഭയങ്കര പെശകായിട്ട് മാറും. വിശ്വാസിയിൽ നിന്ന് വീഴുന്നവൻ ഭയങ്കര പെശകായിട്ട് മാറുന്നതിൻ്റെ കാരണം ഇതാ. അപ്പോൾ അങ്ങനെ ആയിത്തീരും ഈ ദുഷിച്ച തലമുറയും എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞേക്കുന്നത്. ഇപ്പോഴത്തെ പുതിയ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ? തലച്ചോറൊക്കെ അടിച്ച് തെറിപ്പിക്കുന്ന സൈസ് സിനിമകളാണ്. ചെറിയ ചെറിയ കൊലപാതകങ്ങളൊന്നുമല്ല. പണ്ടൊക്കെ സാധാരണ തോക്കുകളായിരുന്നു. ഇപ്പം മെഷീൻ ഗണ്ണും യന്ത്രത്തോക്കുകളും വെച്ച് മണിക്കൂറുകൾ നീരുന്ന വെടികളൊക്കെയാണ് വരുന്നത്. എന്തുകൊണ്ടാണ്? ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ മൃഗീയതയുടെ നിഴൽ കയറിച്ചിട്ട് ആ നിഴലിൽ കൂടി അകത്ത് കയറും. ഇതെപ്പോഴാണ് പ്രശ്നം വരുന്നതെന്ന് ചോദിച്ചാൽ, തികഞ്ഞ ഏകാഗ്രത വേണ്ട സമയത്ത്, പ്രാർത്ഥനയുടെ സമയത്ത്, ദൈവവുമായി ഇരിക്കുന്ന സമയത്ത് കണ്ണടച്ചു കഴിഞ്ഞാൽ ഈ വക ചിന്തകൾ ഹൃദയത്തിലേക്ക് വരും. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിനെ ഒഴികെ, പൗലോസല്ല, പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു, ക്രിസ്തുവിനെ ഒഴികെ മറ്റൊന്നും അറിയാതെ നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്നും അറിയാതിരിക്കുവാണെങ്കിൽ പിന്നെ ഇതൊന്നും കാണുകയല്ലോ. എൻ്റെ ജീവിതത്തിൽ പണ്ട് കാലത്തുണ്ടായിരുന്നത്, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ക്രിസ്തു പുറകിൽ എറിഞ്ഞു കളഞ്ഞതിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ സ്ക്രീനുകൾ തയ്യാറാക്കുമെങ്കിൽ, ഈ നിഴലുകൾ എൻ്റെ ചിന്താമണ്ഡലങ്ങളിൽ നിറയുമെങ്കിൽ, ഇതെൻ്റെ ഏകാഗ്രത കളയുമെങ്കിൽ, ഒരു വാക്കൂടെ വായിച്ചേ, മത്തായി 22:37-38. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. അതായത് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കുക. ഇതാകുന്നു ഒന്നാമത്തേതും മുഖ്യവുമായ കൽപ്പന. സ്നേഹിക്കുക എന്ന് പറഞ്ഞ അർത്ഥം ഇത്രേ ഉള്ളൂ. അവനും നമ്മളുമായുള്ള പേഴ്സണൽ സമയങ്ങളിൽ മറ്റുള്ള ഒരു ചിന്താഗതിയും ഇതിനകത്ത് കയറി വരാത്ത വണ്ണം നമ്മൾ ഉറയ്ക്കണമെങ്കിൽ നമ്മളതിന് പ്രാക്ടീസ് ചെയ്യണം. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. ക്രൂശിതനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയത്തില്ലാതെ നിൽക്കുന്ന ഒരു ശുശ്രൂഷകൻ ഒരു സഭയുടെ തലപ്പത്തുണ്ടെങ്കിൽ മാത്രമേ അവിടുത്തെ ആടുകൾക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അയാളിൽ നിന്ന് താഴേക്ക് ഈ അഭിഷേകം ഒഴുകും. നിങ്ങൾ കണ്ടോ, സിനിമ കാണുന്ന പാസ്റ്റർമാരുടെ വിശ്വാസികൾ മുഴുവൻ സിനിമ കാണുന്നവരായിരിക്കും. അടിപിടി പോയി കണ്ട് അടിപിടിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് വരുന്നവരുടെ കൂട്ടത്തിലുള്ളവർക്കും അടിപിടി ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് ഈ നിഴൽക്കൂത്തുകൾ വിശ്വാസികളുടെ ആത്മീക ജീവിതം തകർക്കും എന്നുള്ള സത്യത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, പൗലോസിലൂടെ എഴുതി വെച്ചിരിക്കുന്ന കൊരിന്ത് ലേഖനം 2:2, 1 കൊരിന്ത് ലേഖനം 2:2 വാക്യപ്രകാരം ഞങ്ങൾ ശുദ്ധീകരണം പ്രാപിക്കേണ്ടതിന് ഇപ്പോൾ അടിയനെയും കേൾവിക്കാരെ ഓരോരുത്തരെയും അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അത്യാവശ്യ സാഹചര്യങ്ങൾ ഉപയോഗിക്കുക എന്നതിനപ്പുറം കർത്താവെ, ഞങ്ങളുടെ ഉള്ളിൽ നിഴലുകൾ കയറി വ്യാപരിക്കാത്ത വണ്ണം കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തി അനുഗ്രഹിക്കേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്നെ ശ്രമിക്കുന്ന അനേകർ ഇതിനൊക്കെ അടിമകളാണ് എന്ന് വിശ്വസിക്കുന്നു. ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം ഒരു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യോഗ്യമായി ദൈവത്തിനും ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെയും യാഥാർത്ഥ്യങ്ങൾ കണ്ട്, ആത്മമേഖല കണ്ട് അതിനനുസരിച്ച് മുന്നേറുവാൻ ദൈവം സഹായിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഉള്ളങ്ങളെയും തുറക്കണമേ, കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ, അനേകർ സത്യം ഗ്രഹിപ്പാൻ ഇടയാക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.